അക്ഷി. അയ്യോ ആകാശ് ആരാ? യെസ് ഷുവർ അരുൾരാജ്. വേറെ ആർ യു ഫ്രം? അയ്യോ ഫൗസിയ. ഞാൻ കുറേ മാണ്ടിട്ടാ എനിക്ക് മനം മടുക്കും അതുകൊണ്ട് അത് നിൽക്കല്ലേ കേട്ടോ. യൂട്യൂബ് ലൈവിൽ അല്ല ഞാൻ നിസാം അഹമ്മദ് 10 ലക്ഷം അതിന് താങ്കളൊന്നും പറഞ്ഞില്ലല്ലോ. അതെ വിസാഡ് ഗെയിമർ, അതെന്നെ എനിക്ക് എങ്ങനെ മനസ്സിലായത്? അല്ല ഐ ആം ഫ്രം പോണ്ടിച്ചേരി. ഓ പോണ്ടിച്ചേരി, വെൽക്കം. അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. ബാനു, എല്ലാവരോടും വലൈക്കും അസ്സലാം കേട്ടോ. യുവർ വോയിസ് ഇസ് സോ ക്യൂട്ട്. വാട്ട് ഈസ് സ്മോളർ മാസ് വോളിയം? മറ്റേ ഇത് മാസ് ബൈ വോളിയം ഇൻറ്റു 1000 ആയിരുന്നോ 100 ആയിരുന്നോ മറന്നുപോയിണ്ട്. നമ്പർ ഓഫ് മോൾസ് ബൈ അല്ലേ? അതെന്നെ, എൻ ഇൻറ്റു എൻ ബൈ വി അല്ലേ? വേറെ അതേ ഞാൻ വന്ന് താത്ത മന്തി മേടിച്ചു തരണം മുത്തേ. എനിക്ക് മന്തിയല്ലേ, അതൊക്കെ നമുക്ക് സെറ്റാക്കി. അതൊക്കെ ഛേദമില്ലാത്ത ഉപകാരങ്ങളല്ലേ, അതൊക്കെ നമുക്ക് ചെയ്യാം. ചളിച്ച് ഞാൻ കുളിച്ചു. അഫ്സീനയുടെ ലൈവ് വിളിച്ച്. അയ്യോ ഫ്രഷ്. ബട്ട് ഐ ലൈക്ക് ദിസ്. ഇതിനെന്താ ഒരു പേരുണ്ടല്ലോ, എന്തായിരുന്നു, എന്ത് ലൈനായിരുന്നു, എന്തൊരു പേരുണ്ടായിരുന്നില്ല ഇനി. അല്ല അയ്യോ ഫോളോ അപ്പ് അല്ലല്ലോ, എന്ത് ലൈനായിരുന്നു മറന്നോ? കാലിക്കറ്റ് ബേബി മീയോ. ടൈം പാസേ. കൺഗ്രാറ്റ്സ്. നിങ്ങളൊക്കെ 9 ഇരുന്ന് പഠിപ്പിക്കണം, നിങ്ങൾക്ക് സംസ്കാരം. ഞാൻ അത് ആലോചിക്കണത്. സത്യം ഞാൻ സെലിബ്രിറ്റി ആയാനേ ഇയൊക്കെ നീ അന്തം വിടൂടാ. ലൂസോ ഒരു കേരള ഗേള്. എവിടെ മഴ ഉണ്ടായില്ലേ? വായിച്ചത് തന്നെ വായിക്കുന്നു. കുറേ വന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. എൻ്റെ നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ. അയ്യോ വീണ്ടും ഫ്രഷ്. പിക്കപ്പ് ലൈൻ. ഫ്രഷ്. അയ്യോ അതിൻ്റെ ഇടയ്ക്ക് ഹറാമും വരുന്നുണ്ട് കേട്ടാ. കിട്ടി. അയ്യോ വേണ്ടട്ടെ, എന്നോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ മോശം പറയാൻ തിരക്കുള്ള. ഞാൻ ഉമ്മാക്കും ഉപ്പാക്കും വീട്ടിൽ കിടക്കണ പങ്ങൾക്കും എല്ലാവർക്കും ഞാൻ തിരിച്ചു പറയും. അത് കേൾക്കാൻ സൗകര്യമുള്ളവർ മാത്രം ആ പരിപാടിക്ക് നിന്നാൽ മതിട്ടാ. ഓക്കെ, മനസ്സിലായോ? എല്ലാം എൻ്റെ ആളുകളാണ്. ഇതിന് മെയിനാണ് ഞാൻ. ഈ പറഞ്ഞാലൊക്കെ വേറെ എത്ര ആൾക്കാരാ സെലിബ്രിറ്റി ആവുക? അതെ ആവേണ്ടി വരും. മുഹമ്മദ് റിസ്വാനെ, ഞാൻ വണ്ടിലിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. യു പുട്ട് യുവർ ഓൺ ട്രൗസർ പ്ലീസ്. അയ്യോ ഫഹദ ഈ പൊക്കട്ടാ. എൻ്റെ ഉമ്മാനെ കഴിച്ചിട്ട് പുച്ഛം തോന്നുന്നു. പുച്ഛം. പ്രസവിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾ ഉമ്മയാവുന്നില്ല. മക്കൾക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട ഈ ഒരു സംസ്കാരം. അയ്യോ ഷഹദ് ടോക്സേ, ഉളുപ്പുള്ളവനെ നീ വന്നാ. മക്കളെ പ്രസവിച്ചു വിട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഒരു പെണ്ണിനെ കാണുമ്പോൾ മകന് ഇത് പറയാൻ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ അമ്മ തോറ്റി. ആ മകനെ വളർത്തിയതിൽ ആ അമ്മ തോറ്റു എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു പെണ്ണിനോട്, പക്ഷെ ഇതൊക്കെ പകൽമാന്യന്മാരെ കരട്ടോ, അത് വേറെ കാര്യം. അപ്പം ഇത് കൂടെ ആകുമ്പോൾ ഒരു ഐഡിയ ആരും ഒന്നും അറിയണില്ല, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാലൊക്കെ അവരൊക്കെ വെറും ഫെയിലിയറാണ് ലൈഫിൽ. ആസ് എ മദർ ഷീസ് എ ബിഗ് ഫെയിലിയർ. ഫഹദിനല്ലേ ഞാൻ അപ്പോൾ ഇതാക്കിയത്, ടൈം ഔട്ടാക്കിയത്. യു അഗെയിൻ. ക്യാൻ ഐ മീറ്റ് യു? സോറി. അയ്യോ കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്, അത് ഞാൻ വീണ്ടും ഇതാക്കിട്ടോ. ഈ മെസ്സേജ് അയച്ചാൽ നീ കാണാൻ പറ്റൂല. ആരാ ഫെയിലിയർ എന്നറിയോ? ഒരു ചെക്കനൊരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വൃത്തിയിട്ടൊരു മെസ്സേജ് അയക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഓൻ്റെ അമ്മ എന്നുള്ള നിലക്ക് ഓൻ്റെ അമ്മ ഒരു ഫെയിലിയറാണ്. ഓൻ്റെ സിസ്റ്റർ എന്നുള്ള നിലക്ക് ഓൻ്റെ സിസ്റ്ററോട് ഫെയിലിയറാണ്. ഓൻ്റെ ഉപ്പ എന്നുള്ള നിലക്ക് ഓൻ്റെ ഉപ്പ ഒരു ഫെയിലിയറാണ്. മക്കളാണ് ഇതിൻ്റെ വിജയം. ഐ മീൻ പാരൻസിൻ്റെ വളർത്തുഗുണം കാണിക്കുന്നത് മക്കളേരം. അക്കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഓലൊക്കെ ഫെയിലിയേഴ്സാണ്. നിങ്ങൾ കാരണം. അയ്യോ കരളിൻ്റെ കരളെ ഹായ്. എനിക്ക് മേടിച്ചു റസല ഈ അല്ലേ മന്തി ചോദിച്ചാൽ എനിക്ക് മന്തി സെറ്റ്. മുഹമ്മദ് നസ്മലി വലൈക്കും അസ്സലാം. നല്ല വിശേഷം. എല്ലാവരെയും വിശേഷം എന്തൊക്കെയാണ്?